നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും ഫലങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ധനനേട്ടം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മേടക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. എടവക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതലും 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 31-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ധനലാഭം, ശയനസുഖം എന്നിവ ഫലങ്ങളാകുന്നു. എടവക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അതായത് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളായിരിക്കും. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും.
മെയ് 3 തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. മിഥുനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 വരെയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. പ്രത്യേകിച്ച് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അതായത് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കർക്കിടക കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 മുതലും മെയ് 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അതായത് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ചിങ്ങക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 വരെയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും അമിത ചെലവിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.
ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. പ്രത്യേകിച്ച് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. മിഥുനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല സ്രോതസ്സുകളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, അതായത് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. പ്രത്യേകിച്ച് ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 വരെയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല സ്രോതസ്സുകളിലൂടെ വരുമാനം, ബന്ധുസമാഗമം, അതായത് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ന് ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. വൃശ്ചികക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മൂലം, പൂരാടം,
ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 വരെയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല സ്രോതസ്സുകളിലൂടെ വരുമാനം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്ത് സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിത ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ ധനുക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതലും 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല സ്രോതസ്സുകളിലൂടെ വരുമാനം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്ത് സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. മകരക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും മെയ് 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. 28-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 3:35 മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം
ശ്രദ്ധിക്കേണ്ടതാകുന്നു. മെയ് 3 തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. ഈ ആഴ്ചയിൽ കുംഭക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതി ഉച്ചയ്ക്ക് 1:13 വരെയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനനേട്ടം, അതും പല സ്രോതസ്സുകളിലൂടെ വരുമാനം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. 30-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:13 മുതൽ മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. മെയ് 3-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 12:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.